സദ്യകളിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ അവിയൽ. അപ്പോൾ സദ്യയിൽ ഉണ്ടാക്കുന്ന പോലെ നമുക്കും വീട്ടിൽ തയ്യാറാക്കിയാലോ. അപ്പോൾ നമ്മൾ അതേ രുചിയിൽ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ കേട്ടോ നമ്മൾ ഇത്രയും രുചിയിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ചില ആൾക്കാരൊക്കെ അവിയൽ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ലൂസായി പോകാറുണ്ട്, അതുപോലെ നമ്മൾ പച്ചക്കറികൾ വെന്ത് പോകാറുണ്ട് എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ ഒരിക്കലും നിങ്ങൾ കുക്കറിൽ പച്ചക്കറികൾ വേവിക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സദ്യയിൽ നിന്നോ അതുപോലെ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു തരത്തിലുള്ള അവിയൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. എങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് വെന്തുടഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ കഷ്ണങ്ങൾ ഇങ്ങനെ സെപ്പറേറ്റ് കിടക്കുന്ന ഒട്ടും വെന്ത് കൊഴയാതില്ല ഈ അവിയൽ എങ്ങനെ നമുക്ക് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒരു അടി കട്ടിയുള്ള പാത്രം തന്നെ വേണം. അപ്പോൾ അത് ഫ്ലെയിം ഒന്ന് ഓണാക്കിയതിന് ശേഷം നമുക്ക് ചെറിയ ഫ്ലെയിമിൽ, അതായത് സിമ്മിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പച്ചക്കായ കേട്ടോ. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് അളവിലെടുക്കണോ അതിനനുസരിച്ചിട്ട് ഇതിൻ്റെയൊക്കെ പച്ചക്കറികളെ അളവൊക്കെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അതുപോലെ നമ്മൾ ആദ്യം കുറച്ചധികം വേവുള്ള പോലത്തെയാണ് സാധനങ്ങൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് വഴുതിനിങ്ങ, അതുപോലെ ക്യാരറ്റ്, പിന്നെ നമുക്ക് മുരിങ്ങക്കായ അതൊക്കെ ചേർക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് പച്ചമുളകാണ്. പച്ചമുളക് ഒരു 5-6 ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ എരിവായിരിക്കും നമുക്കിതിൽ കൂടുതൽ നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് വേവാത്ത പോലത്തെ കഷ്ണങ്ങളാണ് നമ്മൾ അടിയിൽ വെച്ച് കൊടുക്കുന്നത്. വേഗം വേഗം വേവുന്ന കഷ്ണങ്ങൾ മേലോട്ടേക്ക് നോക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് വെള്ളരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെല്ലാമാണോ, പല നാടുകളിലും പല സ്ഥലങ്ങളിലും പറയുന്നത് പല തരത്തിലല്ലേ നിങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏതെല്ലാം കഷ്ണങ്ങൾ എടുക്കുന്നു അത്രയും കഷ്ണങ്ങൾ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കണ്ണൂർ ഭാഗങ്ങളിൽ ചേർത്ത് കൊടുക്കുന്ന കഷ്ണങ്ങളാണ് ഞാനിതിലെടുത്തത് കേട്ടോ. പിന്നെ നമ്മൾ പയർ ചേർക്കുന്നുണ്ട്, പിന്നെ കൊത്തവര ചേർക്കുന്നുണ്ട്, അതുപോലെ കുമ്പളങ്ങേൻ്റെ കഷ്ണം ചേർക്കുന്നുണ്ട്, പിന്നെ ചേന ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചേന പെട്ടെന്ന് വേവുന്ന ചേന ആയതുകൊണ്ട് ഞാനത് കുറച്ച് മേലേക്ക് ഇട്ട് കൊടുത്തത്. അതുപോലെ തന്നെ ബീൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കയ്പ്പൊക്കെ നമ്മളെ നാട്ടുകളിൽ ചേർക്കാറുണ്ട്, ഒരു ചെറിയ കഷ്ണം ചേർക്കാറുണ്ട് കേട്ടോ. ഞാൻ ചേർക്കുന്നില്ല, കുട്ടികൾ കയ്പ്പ് എന്ന് പറയുന്നതുകൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം. അതുപോലെ തന്നെ ഇതിൻ്റെ മേലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, അതുകൊണ്ട് നല്ലൊരു കളർ ഉണ്ടാകും. അപ്പോൾ മുളക് പൊടി ഇതിലധികം അങ്ങനെ മുന്നിട്ട് നിൽക്കില്ല. നമുക്കൊരു റെഡ് കളറല്ലല്ലോ, ഏകദേശം ഒരു നല്ല മഞ്ഞ കളറിലല്ലേ അവിയൽ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ച് സമയം, ഏകദേശം ഒരു 5 മിനിറ്റ് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അടിയിലുള്ള കഷ്ണങ്ങളൊക്കെ ഏകദേശം ഒന്ന് ചെറുങ്ങനെ ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അതിന് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു തുള്ളി വെള്ളം പോലും നമ്മളിതിൽ ചേർത്തില്ല. പച്ചക്കറി വേവുമ്പോൾ ആ ഒരു വെള്ളം മാത്രമേ ഇതിലുള്ളൂ. വെളിച്ചെണ്ണയിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ അളവിൽ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ ഏകദേശം ഒരു 5-8 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് മൂടി തുറന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അതിൻ്റെ ആവി വെള്ളം തന്നെ ഇതിലുണ്ടാകും. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇതിൽ കടന്നിട്ട് തന്നെ നമ്മൾ പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ നല്ലപോലെ ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ പച്ചക്കറികളൊക്കെ ഒന്ന് കുക്കാവുന്നത് വരെ നമുക്കങ്ങനെ ചെയ്യാം. അപ്പോൾ ഇനി ആ പച്ചക്കറികൾ വേവുന്ന സമയത്ത് നമുക്കിതിലേക്കുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ 1/4 കപ്പ് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ നമ്മളിതിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രീസറിലൊന്നും വെച്ച തേങ്ങ എടുക്കരുത് കേട്ടോ, ഫ്രഷ് ആയിട്ട് ചിരവിയ തേങ്ങ വേണം നമ്മളിതിലേക്ക് എടുക്കാൻ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മാത്രമേ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ചേരുവകളൊക്കെ നമുക്കിനി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. അപ്പോൾ 1-2 പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം, അത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ച് ചേർക്കാം. അതുപോലെ തന്നെ ഒരു 2 കറിവേപ്പിൻ്റെ ഇതൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2-3 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി ലാസ്റ്റ് ചതക്കി ചേർത്താലും മതി കേട്ടോ. അതുപോലെ തന്നെ ഒരു 3-4 കുഞ്ഞുള്ളിയും ചേർക്കുന്നുണ്ട്. കുഞ്ഞുള്ളി തന്നെ ചേർത്താലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ കഷ്ണം സവാള, ഏകദേശം ഒരു 1/4 കഷ്ണം എടുത്താൽ മതി, അത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകവും ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചതക്കിയിട്ട് കൊണ്ടുവരണം. വേണമെങ്കിൽ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നിങ്ങൾക്ക് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമുക്കിനി കഷ്ണങ്ങളൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കഷ്ണങ്ങളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വീണ്ടും. അപ്പോൾ ഈ ഒരു സമയത്ത് നോക്കുമ്പോൾ നമ്മൾ കഷ്ണങ്ങളൊക്കെ ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞിട്ടുമില്ല. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മളിതിങ്ങനെ ഇളക്കി എടുക്കുന്നതുകൊണ്ടും അതുപോലെ വേവിച്ചത് കൊണ്ടും നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു അവിയലിന്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയില്ല, തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതിലേക്ക് നേരത്തെ അരച്ച് വെച്ച തേങ്ങയും കൂടിയും ചേർക്കാം. അപ്പോൾ ഒരുപാട് വെന്ത് ഉടയരുത്, ഏകദേശം ഒരു 90% മാത്രമേ ഇത് കുക്കാവാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ആ ഒരു തേങ്ങ ചേർത്തതിന് ശേഷം നമ്മളിതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള തൈരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അധികം അങ്ങനെ പുളിയില്ല കേട്ടോ. അപ്പോൾ അവിയൽ എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് അങ്ങ് പുളി ഉണ്ടാവരുത്, അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങ് പോകും. ആവശ്യത്തിന് മാത്രമേ പുളി ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ കട്ട തൈരാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം.
ചില സ്ഥലങ്ങളിൽ വാളംപുളി പിഴിഞ്ഞൊഴിക്കുന്ന കാണാറുണ്ട്. അപ്പോൾ അതിനേക്കാളും അതുപോലെ തന്നെ നമ്മൾ വേറെ ചേർക്കുന്നത് പച്ചമാങ്ങയാണ്. അപ്പോൾ അതിനേക്കാളും ഒക്കെ നമ്മൾ കണ്ണൂർ ഭാഗങ്ങളിൽ സാധാരണ ചേർക്കുന്നത് നമ്മൾ തൈരാണ് കേട്ടോ ചേർക്കാറ്. അപ്പോൾ തൈര് ചേർത്ത് നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് ആ ഒരു അരവൊന്ന് വേവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അരവ് നന്നായിട്ട് വെന്ത് കിട്ടണം. അതും ആവി കിടന്നിട്ട് തന്നെയാണ് വേവുന്നത്. നമ്മൾ അതിലും അരവ് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇതിൽ തീരെ വെള്ളം ചേർത്തിട്ടില്ല. അപ്പോൾ നല്ല പോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്തിട്ട് ഒന്നും കൂടി മൂടി വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെളിച്ചെണ്ണയിൽ വാട്ടിയെടുത്താൽ നമ്മൾ അവിയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് സെറ്റായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഒരുപാടങ്ങ് വെന്തുടഞ്ഞിട്ടില്ല. അതുപോലെ ഒരുപാടങ്ങ് കറി പോലെയല്ല നമ്മൾ സാധാരണ ഹോട്ടലിൽ നിന്നും സദ്യക്കും ഒക്കെ കിട്ടുന്ന പോലെ നല്ല വേറെ വേറെ നിൽക്കുന്ന പച്ചക്കറി കഷ്ണങ്ങളാണ്. അപ്പോൾ വെറുതെ പെറുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെയുള്ള ആ ഒരു അവിയൽ. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളിതുപോലെ നല്ല പോലെ ഒന്ന് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു 90% വെന്തതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് അരവ് ചേർത്തത്. ഇനി ഒരു 5% കൂടി നമുക്കിത് വേവാനുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി സമയം ഞാനിത് വെക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങയും നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം, അല്ലെങ്കിൽ നമുക്കൊരു രാത്രിയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തേങ്ങ ആയതുകൊണ്ട് തന്നെ മോശമാവാനുള്ള ചാൻസ് ഉണ്ട്. കുറച്ചും കൂടി ഒന്ന് തേങ്ങയും കൂടി വെന്ത് കിട്ടാനുണ്ട്. അപ്പോൾ ഇതാ ഏകദേശം ഒരു 95% കുക്കായിട്ടുണ്ട് ഇത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അങ്ങനെ കഷ്ണങ്ങൾ ഇങ്ങനെ വേറെ വേറെ നിൽക്കുന്ന കഷ്ണങ്ങളാണ്. അതുപോലെ തന്നെ വെന്ത് കുഴഞ്ഞിട്ടില്ല, ഒരുപാട് ലൂസായിട്ടുള്ള അവിയലും അല്ല. അപ്പോൾ ലാസ്റ്റ് നമ്മളിതിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. നമ്മൾ ഓൾറെഡി ചേർത്തതല്ലേ. അതിന് നമുക്കിതൊന്ന് മൂടി വെക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളുത്തുള്ളി ചതക്കിയത് ഇട്ടാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ആയിട്ടുള്ള അവിയൽ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാലും തയ്യാറാക്കി നോക്കണേ ഈ ഒരു ഓണത്തിന്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്